യൂട്യൂബ് ചാനലുകൾ ഇന്ന് ഏറെ പ്രചാരം നേടിയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇടമാണ്. കോവിഡ് വ്യാപന സമയത്താണ് നമ്മുടെ നാട്ടിൽ യൂട്യൂബേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചത്. ലോക്ക്ഡൌൺ സമയത്ത് ഈ രംഗത്തേക്ക് കടന്നു വന്നത് നിരവധി പേരാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യയിലെ യൂട്യൂബ് ക്രിയേറ്റർമാർ നേടിയ വരുമാനം 21,000 കോടി രൂപയാണ്. യൂട്യൂബ് സിഇഒ നീൽമോഹനാണ് യൂട്യൂബ് ഇന്ത്യൻ വീഡിയോ ക്രിയേറ്റേഴ്സിനായി നൽകിയ തുക സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇന്ത്യയെ ക്രിയേറ്റേഴ്സ് നേഷൻ അഥവാ സൃഷ്ടാക്കളുടെ രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച നീൽമോഹൻ ഇന്ത്യയിലെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ സഹായിക്കാനും അവരുടെ വീഡിയോ കണ്ടന്റ് മികവുറ്റതാക്കാനുമായി വരുന്ന 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ 850 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ യൂട്യൂബ് പദ്ധതിയിടുന്നുണ്ടെന്നും പറയുകയുണ്ടായി. പ്രതിഭകളെ പരിശീലിപ്പിക്കുക, സർഗാത്മകതയെ പിന്തുണയ്ക്കുക, ഇന്ത്യൻ വീഡിയോ ക്രിയേറ്റേഴ്സിനെ ആഗോള പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക എന്നിവയിലായിരിക്കും ഇന്ത്യയിൽ യൂട്യൂബ് നടത്താനിരിക്കുന്ന ഈ പുതിയ നിക്ഷേപം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുംബൈയിൽ നടന്ന വേവ് സമ്മിറ്റ് 2025 പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ മാധ്യമങ്ങളെയും വിനോദരംഗത്തെയും പ്രോത്സാഹിപ്പിച്ചുയർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ വേൾഡ് ഓഡിയോ എന്റർടൈൻമെന്റ് ഉച്ചകോടിയായിരുന്നു വേവ് സമ്മിറ്റ് 2025. ഇന്ത്യയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിർമ്മിക്കുന്ന വീഡിയോകൾ വിദേശ കാഴ്ചക്കാർക്കിടയിൽ ഏറെ സ്വീകാര്യത നേടുന്നവയാണ്. ഇക്കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നിർമ്മിച്ച യൂട്യൂബ് വീഡിയോകൾ രാജ്യത്തിന് പുറത്തുള്ള കാഴ്ചക്കാരിൽ നിന്ന് 4,500 കോടി മണിക്കൂർ വാച്ച് ടൈം നേടുകയുണ്ടായെന്നും അദ്ദേഹം പങ്കുവച്ചു. ഇന്ത്യയിലെ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റർ കമ്മ്യൂണിറ്റി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം 100 ദശലക്ഷത്തിലധികം ഇന്ത്യൻ യൂട്യൂബ് ചാനലുകളാണ് വിവിധ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിച്ചത്. 1 ദശലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുള്ള ചാനലുകൾ ഇപ്പോൾ 11,000-ൽ നിന്ന് 15,000-ആയി വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ക്രിയേറ്ററിന് എവിടെയിരുന്നും തന്റെ കണ്ടന്റ് ലോകത്തെവിടെയുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് വഴിയൊരുക്കുന്നു. യൂട്യൂബിന്റെ ഈ കഴിവ് അതിനെ സാംസ്കാരിക കയറ്റുമതിയുടെ ശക്തമായ ഒരു എഞ്ചിനാക്കി മാറ്റി. ഇന്ത്യയെ പോലെ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ഈ സംവിധാനത്തിന്റെ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇന്ന് ഇന്ത്യ സിനിമയ്ക്കും സംഗീതത്തിനും മാത്രമുള്ള ഒരിടമല്ല, മറിച്ച് ഇന്ത്യ വിശാല അർത്ഥത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് നീൽമോഹൻ ചൂണ്ടിക്കാട്ടി. ആഗോളതലത്തിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന സർക്കാർ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും 25 ദശലക്ഷത്തിലധികം ആളുകളാണ് അദ്ദേഹത്തെ യൂട്യൂബ് വഴി പിന്തുടരുന്നതെന്നും അദ്ദേഹം പരാമർശിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 23-ന് യൂട്യൂബ് ആദ്യമായി പുറത്തിറക്കിയ വീഡിയോയുടെ 20ാം വാർഷികം ഞങ്ങൾ ആഘോഷിച്ചു. ഈ 2 ചെറിയ ദശകങ്ങൾക്കുള്ളിൽ യൂട്യൂബും അതുപോലെ തന്നെ ലോകവും എത്രമാത്രം മാറിയിരിക്കുന്നുവെന്ന് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. അത്രമാത്രം മാറ്റങ്ങൾ ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ യൂട്യൂബിനായി. ഭേദമന്യേ ഏവരും ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തുന്നു എന്നത് യൂട്യൂബിനെ സംബന്ധിച്ച് വളരെ നേട്ടമാണ്, അദ്ദേഹം പറഞ്ഞു. 20 വർഷങ്ങൾക്ക് മുമ്പ് മീ അറ്റ് ദി സൂ എന്ന തലക്കെട്ടോടെയുള്ള ഒരു വീഡിയോയാണ് യൂട്യൂബ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഒരു മൃഗശാലയിൽ ആനകൾക്ക് മുന്നിൽ ഒരാൾ തന്റെ അനുഭവം രേഖപ്പെടുത്തുന്ന 19 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പാണ് അതിലുണ്ടായിരുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.